പൊന്ന സുഹൃത്തുക്കളെ, ആ പെർഫ്യൂം അടിക്കാനുള്ളതല്ല. അത് സുധിച്ചേട്ടൻ്റെ സ്മെല്ലെന്ന് പറഞ്ഞാൽ അത് എനിക്കും കിച്ചുവിനും പിന്നെ എൻ്റെ വീട്ടുകാർക്കും കുറച്ച് പേർക്ക് മാത്രം മനസ്സിലാവുന്ന ഒരു സ്മെല്ലാണ്. അത് അടിച്ചിട്ടേ ഇല്ല. ഇന്ന് ഈ നിമിഷം വരെ ദേഹത്തടിക്കുന്ന പെർഫ്യൂം അല്ല അത്. സുധിച്ചേട്ടനെ ഓർക്കുമ്പോൾ അല്ലെങ്കിൽ അദ്ദേഹത്തിന് മണം വേണം, അത് തുറന്നിട്ടൊന്ന് മണക്കുമ്പോൾ തന്നെ ഞങ്ങൾക്ക് അറിയാം സുധിച്ചേട്ടൻ്റെ സാന്നിധ്യം എവിടെയോ ഉണ്ടെന്ന്. അതിന് വേണ്ടിയിട്ടുള്ള പെർഫ്യൂമാണ്, അല്ലാതെ അത് അടിക്കാൻ പറ്റത്തില്ല. നിങ്ങൾക്ക് അത് മണത്താൽ ഇവിടെ നിന്ന് ഓടും. അതുപോലത്തെ ഒരു സ്മെല്ലാണ് അതിന്. അതായത് സുധിച്ചേട്ടൻ ഷൂട്ടൊക്കെ കഴിഞ്ഞ് വന്നിട്ട് കുളിക്കുന്നതിനൊക്കെ മുന്നേ ഷർട്ട് ഊരി ഇടത്തില്ലേ, അത് ഈ ഒരു വിഷയത്തിൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ രേണുസുതി പറഞ്ഞ കാര്യം എന്ന് പറയുന്നത് 100% ഞാൻ യോജിക്കുന്ന ഒരു കാര്യമാണ്. കാരണം ഈ ഒരു സംഭവവുമായിട്ട് ബന്ധപ്പെട്ട്, അതായത് സുധിച്ചേട്ടൻ്റെ മണമുള്ള പെർഫ്യൂം, അതുമായി ബന്ധപ്പെട്ട് ലക്ഷ്മി നക്ഷത്ര ഈ പറയുന്ന ദുബായിൽ പോകുന്നു, അവിടെ അത് തയ്യാറാക്കുന്നു, അതിൻ്റെ വീഡിയോ ഈ പറയുന്ന ലക്ഷ്മി നക്ഷത്ര പോസ്റ്റ് ചെയ്യുന്നു, അതിനെതിരെ അവർക്ക് ഭയങ്കരമായിട്ട് സൈബർ അറ്റാക്ക് ഉണ്ടാകുന്നു. ഇത് തിരിച്ച് ഈ പറയുന്ന രേണുസുതി എന്ന് പറയുന്നത് അവർക്ക് കൊണ്ടു കൊടുക്കുന്ന സമയത്ത് അതെല്ലാം കൂടെ കണക്ട് ചെയ്തിട്ടായിരുന്നു. ആ സമയത്ത് ഉണ്ടാകുന്ന സൈബർ അറ്റാക്ക് ഒക്കെ കണ്ടിട്ട് ഞാനും അന്ന് റിയാക്ഷൻ വീഡിയോ ചെയ്തൊരു വ്യക്തിയാണ്. കാരണം എനിക്കത് തെറ്റായിട്ട് തോന്നിയ ഒരു കാര്യമല്ല. കാരണം ചില ആൾക്കാരെങ്കിലും അതിനകത്ത് ആ കമൻറ്റ് സെക്ഷനിൽ നോക്കിക്കഴിഞ്ഞാൽ ഒരു 20-25% ആൾക്കാരെങ്കിലും ഇത്തരത്തിൽ ഇങ്ങനെ ഉണ്ടോ എന്ന് അന്വേഷിച്ച് വന്ന കുറേയധികം ആൾക്കാരെ നമുക്ക് കാണാൻ കഴിയും. അതിലപ്പുറത്തേക്ക് ദുബായിൽ അങ്ങനെ ഒരു പെർഫ്യൂം കട നിലനിൽക്കുന്നുണ്ടെങ്കിൽ അത് തന്നെ ആലോചിച്ചാൽ മനസ്സിലാക്കാൻ പറ്റുമല്ലോ എത്ര പേര് അങ്ങനെ ഒരു കാര്യം ആഗ്രഹിക്കുന്നു എന്നുള്ളൊരു കാര്യം. അതായത് നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരാൾ നമ്മളിന്ന് വിട്ടുപോകുന്ന സമയത്ത് ആ ഒരു സ്മെല്ലിനെ റീക്രിയേറ്റ് ചെയ്ത് കൊണ്ടുവന്ന് സൂക്ഷിക്കാൻ കഴിഞ്ഞാൽ, അങ്ങനെ ആ ഒരു സ്മെല്ല് മണത്ത് നോക്കുന്ന സമയത്ത് അവരുടെ എന്തൊക്കെയോ ഈ പറയുന്ന അടുത്തുള്ളത് പോലൊരു തോന്നൽ ആഗ്രഹിക്കുന്ന ചിലരുണ്ടാവാം. അതിൽ നമുക്ക് തെറ്റ് കണ്ടെത്തേണ്ട കാര്യമില്ല. നമുക്കിത് ഇഷ്ടമില്ലെങ്കിൽ നമുക്ക് ഓക്കെ, നമുക്ക് വേണ്ട. പക്ഷെ മറ്റുള്ളവരുടെ ഇഷ്ടത്തിനെ കയറി നമുക്ക് ചൊറിയേണ്ട കാര്യമൊന്നുമില്ലല്ലോ. അത് ഓക്കെ ആയിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. അപ്പം ഈ ഒരു കാര്യവുമായി ബന്ധപ്പെട്ട് തന്നെയാണ് അവിടെ ഈ പറയുന്ന ക്വസ്റ്റ്യൻ ചോദിക്കുന്ന അല്ലെങ്കിൽ ഇന്റർവ്യൂ ചെയ്യുന്ന ബൈറ്റ് എടുക്കുന്ന ആൾക്കാർ അവർക്ക് ചോദിച്ച കാര്യം എന്ന് പറയുന്നത്. പലപ്പോഴും ഞാനും കണ്ടിട്ടുള്ള കാര്യമാണ് ഇവരുമായി ബന്ധപ്പെട്ട ഇതുപോലത്തെ വീഡിയോസിലെല്ലാം പലരും ചോദിക്കുന്ന അല്ലെങ്കിൽ ഈ പറയുന്ന കമന്റ് സെക്ഷനിലൂടെ ആ പെർഫ്യൂമിന്റെ കാര്യങ്ങൾ. അപ്പോൾ അവരതിന് കറക്റ്റ് ആയിട്ടുള്ള മറുപടിയാണ് കൊടുത്തതെന്ന് പറയുന്നത്. എല്ലാ ആൾക്കാരെയും ഈ പറയുന്ന വിയർപ്പിന് മണം സുഗന്ധമാണെന്നുള്ളതൊന്നും ആലോചിച്ച് നോക്കി, അതൊന്നും സമ്മതിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല. ജോലിക്ക് പോകുന്ന, ഒരുപാട് യാത്രകൾ ചെയ്യുന്ന, അല്ലെങ്കിൽ ഈ പറയുന്ന ഹോർമോൺ ചേഞ്ച് അനുസരിച്ച് അല്ലെങ്കിൽ പലതരത്തിൽ എല്ലാ ആൾക്കാരുടെയും വിയർപ്പിന് പലതരത്തിലുള്ള സ്മെല്ലുകളായിരിക്കും ഉള്ളതെന്ന് പറയുന്നത്. അതിൽ ഏറ്റവും പ്രിയപ്പെട്ടവർക്ക് മാത്രമായിരിക്കും ആ ഒരു സ്മെല്ലിനെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നതെന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെയാണല്ലോ നമ്മൾ ഈ സ്പ്രേ അങ്ങനെയുള്ള കാര്യങ്ങൾ പെർഫ്യൂംസ് ഒക്കെ വാരി വിതറി അടിച്ചിട്ട് പോകുന്നതെന്ന് പറയുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും കൃത്യമായിട്ട് ആ ഒരു വീഡിയോ കണ്ടവർക്ക് എല്ലാം അറിയുന്ന ഒരു കാര്യമാണ്. അന്ന് അദ്ദേഹം ഈ പറയുന്ന ഇട്ടിരുന്ന ഡ്രസ്സിന്റെ ആ ഒരു മണത്തെ റീക്രിയേറ്റ് ചെയ്യുകയാണ് ചെയ്തതെന്ന് പറയുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും അതിനകത്ത് കുറേ നാൾ മടക്കി വെച്ചതിന്റെ പൂപ്പൽ പോലെ അല്ലെങ്കിൽ ആ ഒരു സ്മെല്ലുണ്ടായിരുന്നു, ആ വിയർപ്പ് നാറ്റം അതുപോലെ. കാരണം അത് കഴുകിയിട്ട് പോലും ഇല്ലായിരുന്നു. പിന്നെ അതിനകത്ത് പറ്റിപ്പിടിച്ചിരുന്ന ബ്ലഡിന്റെ ഉണ്ടായിരുന്നു. ഇതെല്ലാം ഏതൊരു കോമൺ സെൻസ് ഉള്ള ഒരാൾക്ക് ചിന്തിച്ചു കഴിഞ്ഞാലും ഇതെല്ലാം കൂടി കലരുന്ന സമയത്ത് അത് എന്ത് തരത്തിലുള്ള മണമാണെന്ന് ചിന്തിക്കാൻ കഴിയുന്ന ഒരു കാര്യമല്ലോ. ആ ഒരു സ്പ്രേ അല്ലെങ്കിൽ ഒരു പെർഫ്യൂമിനെ രേണുസുതി എടുത്ത് ഏത് സമയം പോകുന്ന സമയത്തെല്ലാം അടിച്ചിട്ട് പോകും, അതങ്ങ് തീർന്നു പോയി എന്ന് ചോദിക്കുന്ന സമയത്ത് അവർ കൊടുത്ത മറുപടി തന്നെയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. ആ മറുപടിയെ അംഗീകരിക്കേണ്ട കാര്യമാണ്, അതിനെ കൈയടിച്ച് പാസ്സാക്കേണ്ട കാര്യം തന്നെയാണ്. എല്ലാ കാര്യത്തിനും അവർ ചെയ്യുന്ന ചില കാര്യങ്ങളോട് വിയോജിപ്പുണ്ട് എന്ന് കരുതി, അത് നമ്മുടെ വിയോജിപ്പുകളാണ് എന്ന് കരുതി എല്ലാ കാര്യത്തിനും ആ സ്ത്രീയെ ഇങ്ങനെ കുറ്റപ്പെടുത്താൻ ഇരുന്ന് കഴിഞ്ഞാൽ അത് വല്ലാത്തൊരു വേട്ടയാടൽ പോലെയാണ് തോന്നുന്നത്. ഇത് ആപ്റ്റ് ആയിട്ടുള്ള ഉത്തരം തന്നെയാണ്, അങ്ങനെ തന്നെയാണ് കൊടുക്കേണ്ടതെന്ന് പറയുന്നത്. അത് ഈ പറയുന്ന അടിക്കാൻ പറ്റുന്ന തരത്തിലുള്ള മണമുള്ള ഒരു സ്പ്രേ അല്ല അത്. അതുകൊണ്ട് തന്നെ ചേട്ടന്മാരെ അവിടെ വെച്ചിരിക്കുന്നു. അതിലിപ്പോൾ എന്താണ് തെറ്റെന്ന് പറയുന്നത്? പിന്നെ എല്ലാത്തിലും ഈ പറയുന്ന നെഗറ്റീവ് കണ്ടെത്താൻ വേണ്ടി മാത്രം കഴിയണം. ഇപ്പം നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യമുണ്ടല്ലോ, നമ്മൾ എത്ര പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാലും അങ്ങനെ ഒരു തമ്മിൽ കൊടുത്തു കഴിഞ്ഞാലും അത് ആരും കാണാൻ പോകുന്നില്ല. അതേസമയം നമ്മൾ പോസിറ്റീവായിട്ടുള്ള ഒരു ഇൻ്റർവ്യൂ ആണ്, അതിനെക്കുറിച്ചാണ് ഒരു റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആൾ ഒരു റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നെങ്കിൽ പോലും അതിൻ്റെ ഇടയിൽ നിന്ന് കിട്ടുന്ന ഏതെങ്കിലും ഒരു നെഗറ്റീവ് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു വശത്തെ കൃത്യമായിട്ട് ചേർത്ത് വെച്ച് വലിയ ക്യാപ്ഷനായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ മാത്രമേ നിങ്ങളെപ്പോലുള്ള ആൾക്കാർ കാണുള്ളൂ. അതാണ് സത്യത്തിലുള്ള യാഥാർത്ഥ്യം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇതുപോലുള്ള കാര്യങ്ങൾ ഇങ്ങനെ തന്നെയാണ് വളച്ചൊടിച്ച് പോകുന്നതെന്ന് പറയുന്നത്. ഇനി മറ്റൊരു കാര്യം, ഇതിൻ്റെ കൂടെ തന്നെ ചേർക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ, ഞാൻ മറ്റൊരു വീഡിയോ ആയിട്ട് അത് ചെയ്തിട്ടില്ല. രേണുസുതി റീല് ചെയ്യുന്നത് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് അവരുടെ വസ്ത്രധാരണം അതെല്ലാം അവരുടെ ഇഷ്ടം, അവരുടെ ഇഷ്ടത്തിന് ചെയ്യാതിരിക്കുകയോ ചെയ്യേണ്ട കാര്യമാണ്. അതിലപ്പുറത്തേക്ക് ആ കുട്ടികൾക്കും അത് കുഴപ്പമില്ല എന്നുള്ള രീതിക്ക് ഇപ്പം ഞാൻ ഇടയ്ക്കൊരു അവരുടെ ഫോട്ടോ, അതായത് മൂത്ത മകൻ കിച്ചു തന്നെ എടുത്തുള്ളൊരു സെൽഫി അടക്കമുള്ള ഒരു കാര്യം ഞാൻ വായിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് പ്രോബ്ലം അല്ലെങ്കിൽ ഞാൻ അന്ന് ആ വീഡിയോ ചെയ്തതിൻ്റെ കാരണം അത് തന്നെയാണ്. കാരണം ആ മകൻ അത് എന്തെങ്കിലും പ്രശ്നമായിട്ട് അല്ലെങ്കിൽ ഇഷ്ടപ്പെടാത്ത രീതിക്കാണെന്നുണ്ടെങ്കിൽ, പക്ഷെ ആ മകൻ തന്നെ പറയുകയാണ് അത് കുഴപ്പമില്ല എന്നുള്ള രീതിക്ക് അവരെ അതേപോലെ തന്നെ കൊണ്ടു നടക്കണം, അതേ സ്നേഹത്തോടെ കൊണ്ടു നടക്കുകയാണെങ്കിൽ പിന്നെ നമുക്ക് എന്താണ് പ്രശ്നം എന്ന് പറയുന്നത്. പക്ഷെ കഴിഞ്ഞ ദിവസം ചെയ്തൊരു റീൽ എന്ന് പറയുന്നത്, നടു റോട്ടിൽ ചെയ്തൊരു റീൽ, എനിക്ക് തോന്നുന്നു ഈ നമ്മുടെ
മോട്ടോർ വാഹന വകുപ്പുമായി ബന്ധപ്പെട്ട ചില നിയമങ്ങളുണ്ട്. ആ നിയമങ്ങൾ അനുസരിച്ച് ഈ ഇടയ്ക്ക് ഞാൻ കേട്ടൊരു കാര്യമാണ്, അതായത് ഈ റോഡിലൂടെ ഉള്ള വാഹന അഭ്യാസങ്ങൾ, റീൽസ് എടുത്തിട്ടുള്ള ഇങ്ങനത്തുള്ള കുറേ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട കുറേയധികം കർശനമായിട്ടുള്ള നടപടികൾ സ്വീകരിച്ച് വരുന്നു എന്നൊരു കാര്യമൊക്കെ കേട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇതുപോലെ തന്നെ റോഡിന്റെ നടുക്കൊക്കെ കയറിയുന്ന റീൽസ് എടുക്കുക എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ട് നമ്മുടെ നിയമത്തിനെതിരായിട്ടുള്ള കാര്യമാണ്, അല്ലെങ്കിൽ അത് ശരിയായിട്ടുള്ള ഒരു കാര്യമല്ല. ഈ പറയുന്ന റോഡിലൂടെ സഞ്ചരിക്കുന്ന ആൾക്കാരെ ബുദ്ധിമുട്ടിക്കുന്ന കാര്യങ്ങൾ, അതിലപ്പുറത്തേക്ക് എന്തെങ്കിലുമൊക്കെ ആക്സിഡന്റ് ഉണ്ടാവാനുള്ള സാഹചര്യങ്ങളിലേക്ക് കൊണ്ടെത്തിക്കുന്ന കാര്യങ്ങൾ. കാരണം എല്ലാവരും ഒരുപോലെയുള്ള വണ്ടി ഓടിച്ചു പോകുന്നതെന്ന് പറഞ്ഞാൽ എപ്പോഴും ഏത് തരത്തിലാണ് വണ്ടി പെട്ടെന്ന് ഈ പറഞ്ഞ ബ്രേക്ക് കിട്ടും അങ്ങനെ അതൊന്നും പറയാൻ പറ്റുന്ന ഒരു കാര്യമില്ല, നമ്മുടെ കയ്യിലിരിക്കുന്ന ഒരു കാര്യമില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇങ്ങനെ റോഡിന്റെ നടുക്ക് കയറി ഇത്തരത്തിലുള്ള റീൽസ് അഭ്യാസങ്ങളൊക്കെ കാണിക്കുന്നത് ഏറ്റവും തെറ്റായിട്ടുള്ള പ്രവണത തന്നെയാണ്. ബാക്കി എന്ത് കാര്യങ്ങൾ വേണമെങ്കിലും അവരെന്താ ചെയ്യട്ടെ, ആരോടെ വേണമെങ്കിലും റീൽസ് ചെയ്യട്ടെ, അവർ ഏത് തരത്തിലുള്ള വേഷം വേണമെങ്കിലും ധരിക്കട്ടെ, അല്ലെങ്കിൽ അവർ സിനിമയിൽ അഭിനയിക്കട്ടെ, ഇനി അവർ അതിലപ്പുറത്തേക്ക് എന്ത് വേണമെങ്കിലും ചെയ്യട്ടെ. അവർക്ക് അഭിനയം അറിയില്ല എന്ന് തന്നെ പറയുന്ന ഒരുപാട് കമന്റുകളാണ് അവരുടെ പുതിയൊരു ഷോർട്സ് ഫിലിമിന് അത് കാണാൻ പറ്റുന്നതെന്ന് പറയുന്നത്. അതിലും പറയാൻ പറ്റുന്ന ചില കാര്യങ്ങളെന്ന് പറയുന്നത് എല്ലാവരും 100% ശരിയായിട്ട് വരുന്ന ആൾക്കാരല്ലല്ലോ. ചില ആൾക്കാരെങ്കിലും നമ്മൾ അഭിനയങ്ങൾ കാണുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ആദ്യം വന്നതിൽ നിന്ന് ബെറ്ററായിട്ട് വരുന്ന കുറേയധികം ആൾക്കാരുണ്ട്. മേ ബി അവരും അതുപോലെ ബെറ്ററായി വരുമായിരിക്കും. ഞാൻ കുറച്ച് റീൽസ് എടുത്ത് അല്ലെങ്കിൽ അവരുടെ കുറേ ഡബ് സ്മാഷ് ഒക്കെ എടുത്ത് ചെക്ക് ചെയ്ത് നോക്കിയിട്ടുണ്ട് ഈ ഇടയ്ക്കായിരുന്നു. അപ്പം കൊല്ലം സുധി എന്ന് പറയുന്ന അദ്ദേഹം ജീവിച്ചിരുന്ന അവസ്ഥയിൽ അവർ രണ്ടുപേരും കൂടെ ഒന്നിച്ച് ചെയ്തിരുന്ന കുറേയധികം കാര്യങ്ങളുണ്ട്. അതുപോലെ തന്നെയാണ് അവരിപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്നത്. എനിക്കൊന്ന് അതിൽ നിന്ന് ബെറ്ററായിട്ട് അപ്പോൾ ഇവർ ചെയ്യുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും മാറി വരുമായിരിക്കും. അവരുടെ ഇഷ്ടം അതാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്തിനാണ് അതിനെ ക്വസ്റ്റ്യൻ ചെയ്യാൻ പോകുന്നത്? നമുക്ക് ഇഷ്ടമല്ലെങ്കിൽ അത് ജസ്റ്റ് നമ്മൾ ഇഗ്നോർ ചെയ്യുക അല്ലെങ്കിൽ വിടുക, അതിലപ്പുറത്തേക്കൊന്നുമില്ല. പിന്നെ ചില സമയത്തെങ്കിലും തോന്നിപ്പോയൊരു കാര്യം എന്ന് പറഞ്ഞാൽ അവരുടെ ഒരു ഇന്റർവ്യൂ കണ്ട സമയത്ത് ഇപ്പം തോന്നിയൊരു കാര്യമാണ്, അവർ ഏകദേശം ഇത്തരത്തിലുള്ള ഈ കമന്റുകളും ബാക്കി കാര്യങ്ങളും കണ്ട് കല്ലായി മാറി ഏകദേശം. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ അവർ പോസിറ്റീവായിട്ട് എടുത്തു തുടങ്ങിയിരിക്കുകയാണ്. അതായത് എനിക്ക് തോന്നുന്നത് നെഗറ്റീവ് കമന്റുകൾ കൂടുതൽ വരാൻ വേണ്ടിയുള്ള കാര്യങ്ങൾ ഒരു വാശി പോലെ അവർ ചെയ്യുന്നത് പോലെയാണ് അവരെ സംസാരത്തിൽ നിന്ന് എനിക്ക് കേട്ടത്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്കിപ്പോൾ ആരെയും നന്നാക്കേണ്ട അല്ലെങ്കിൽ നമുക്ക് ആരെങ്കിലും ഗുണദോഷിക്കേണ്ട ഒരു കാര്യമില്ല. അവരവരുടെ ജീവിതമാണ്, അത് ഏത് വിധത്തിൽ ആഘോഷിക്കണം, ഏത് രീതിക്ക് ജീവിക്കണം എന്നുള്ളത് അവരുടെ ചിന്താഗതിയാണ്. അതിനനുസരിച്ച് അവർ മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കും. നമ്മൾ പറയുന്നത് കേട്ട് നന്നാവാൻ വേണ്ടി കാത്തിരിക്കുന്ന ആൾക്കാരല്ല നമ്മൾ ഈ പറയുന്ന നമുക്ക് ചുറ്റുമുള്ള ഓരോ ആൾക്കാരെന്ന് പറയുന്നത്. നമുക്ക് ചില ഇഷ്ടങ്ങളുണ്ടാവും. ഞാൻ ആദ്യത്തെ വീഡിയോയിൽ അത്തരത്തിൽ തന്നെയാണ് പറഞ്ഞത്. കൊല്ലം സുധി എന്ന് പറയുന്ന ആ അദ്ദേഹത്തിനോട് തോന്നിപ്പോയ ചില നിഷ്കളങ്കമായിട്ടുള്ള സ്നേഹമുണ്ട്, ഇഷ്ടമുണ്ട്. അതിലപ്പുറത്തേക്ക് അദ്ദേഹത്തിനോട് അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ മരണം ഈ കേൾക്കുന്ന സമയത്തുണ്ടായ ഒരുപാട് വേദനയുണ്ട്. അപ്പോൾ ആ കുടുംബം നന്നായി ജീവിക്കണം എന്ന് ആദ്യം മുതലേ ആഗ്രഹിക്കുന്നവരാണ് മലയാളികളിൽ ഭൂരിപക്ഷം ആൾക്കാരെന്ന് പറയുന്നത്. അതിന്റെ കാരണം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്തോ അവരോട് തോന്നി ആ സ്റ്റേജിൽ വെച്ച് അവരെ ഒന്നിച്ച് കൊണ്ടുവന്നിട്ടുള്ളത് അതിലപ്പുറത്തേക്കുള്ള ആ പാവം മനുഷ്യന്റെ ഒരു നിഷ്കളങ്കമായിട്ടുള്ള പുഞ്ചിരി അല്ലെങ്കിൽ വർത്തമാനം, ഇതൊക്കെ തന്നെയാണ്. ആര് തന്നെ എത്രത്തോളം ഇങ്ങനെ കോമഡി പറഞ്ഞ് അദ്ദേഹത്തിനെ കളിയാക്കുന്ന തരത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാലും അത് ഒരു ചിരിയോട് മാത്രം തിരിച്ചൊന്നും പറയാതെ, വേണമെങ്കിൽ തിരിച്ചൊരു കൗണ്ടർ അടിക്കാൻ പറ്റും, പക്ഷെ അതുപോലും പറയാതെ ചിരിച്ച് മാത്രം എപ്പോഴും കാണുന്ന ഒരു വ്യക്തി എല്ലാവരെയും അങ്ങനെ കാണാൻ കഴിയത്തില്ല. അപ്പൊ അങ്ങനെയൊക്കെ തോന്നിപ്പോയ ഇഷ്ടങ്ങളായിരിക്കും ഒരുപക്ഷെ ആ മനുഷ്യന്റെ മരണത്തിൽ ഇത്രയധികം സഹതാപം അല്ലെങ്കിൽ ഇഷ്ടം ആ ഒരു കുടുംബത്തിനോട് തോന്നിപ്പോയത്. അപ്പൊ സ്വാഭാവികമായിട്ടും കിച്ചു എന്ന് പറയുന്ന മകൻ ഒരുപാട് അത്യാവശ്യം നല്ല പക്വമായിട്ടുള്ള ഒരു വയസ്സിലേക്ക് വന്ന് നിൽക്കുകയാണ്. അപ്പം ഇവരുടെ പുതിയതായിട്ടുള്ള റീൽസും ബാക്കി കാര്യങ്ങളൊക്കെ കാണുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും അതിനെ ഒരു അഭിനയം എന്നുള്ള രീതിക്ക് മാത്രം ആ പയ്യനും ആ കുഞ്ഞും എടുക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ അതിനെക്കുറിച്ച് കൂടുതലായിട്ട് കയറി ഇങ്ങനെ ചകഞ്ഞിട്ട് ഒരു കാര്യമില്ലെന്ന് തോന്നി. പക്ഷേ ഞാൻ പറഞ്ഞല്ലോ, ഈ ഒരു കാര്യത്തിൽ ഒരുപാട് പേര് റിയാക്ഷൻ വീഡിയോ ചെയ്തിരിക്കുന്നുണ്ടായിരുന്നു. അതിനകത്തെല്ലാം ഈ പറഞ്ഞ നെഗറ്റീവ് വേർഷൻ മാത്രം ഇട്ടാൽ മാത്രമേ ആൾക്കാർ കാണൂ. കാരണം നമ്മൾ റിയാക്ഷൻ വീഡിയോ എന്നല്ല, ഇനി ഏത് തരത്തിലുള്ള ഫാമിലി വ്ലോഗ് ആയാലും ഇനി ഏത് തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ചില ആൾക്കാർ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആൾക്കാർ ഇങ്ങനെ സമൂഹത്തിനെ നന്നാക്കുന്ന കാര്യങ്ങളാണെന്നുണ്ടെങ്കിൽ മോണിറ്റൈസേഷൻ ഓഫ് ചെയ്തിട്ട് ചെയ്തുകൂടെ എന്ന് പറയുന്ന സമയത്ത് നിങ്ങളെപ്പോലുള്ള ആൾക്കാരടക്കം എല്ലാവരും ഈ കുടുംബത്തിനെ വെച്ച് ചെയ്യുന്ന ഫാമിലി വ്ലോഗ് ആയാലും ഇനി അതല്ല ഇത്തരത്തിലുള്ള എന്ത് തന്നെ ആയിക്കഴിഞ്ഞാലും അതെല്ലാം ഈ പറയുന്ന മോണിറ്റൈസേഷൻ ഓൺ ചെയ്ത് വെച്ചിട്ട് പൈസ എന്നൊരു പറയുന്ന കാര്യത്തിന് കൂടി തന്നെയാണ് ഇത് ചെയ്യുന്നതെന്ന് പറയുന്നത്. പക്ഷെ ചില ആൾക്കാർക്ക് ചില എത്തിക്സ് കാണും, ചില കാര്യങ്ങൾ കാണും. അപ്പം ഞാൻ എൻ്റെ വീഡിയോ ചെയ്യുന്നതെന്ന് പറയുന്നത് എനിക്ക് സോഷ്യൽ കമ്മിറ്റ്മെന്റ്സ് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉണ്ട്, ഉറപ്പായിട്ടുള്ളൊരു കാര്യമാണ്. എന്നാൽ ഈ പറയുന്ന 100% ആൾക്കാർ നന്നാവില്ല എന്നുള്ള കാര്യം എനിക്ക് ഉറപ്പുള്ളൊരു കാര്യമാണ്. പക്ഷെ എനിക്ക് പറയാൻ പറ്റുന്ന കാര്യങ്ങൾ എനിക്കൊരു ചാനൽ ഉള്ളത് കൊണ്ട് പറയപ്പെടുന്ന സമയത്ത് ആരെങ്കിലുമൊക്കെ ഏതെങ്കിലും വിധത്തിൽ കേട്ട് കഴിഞ്ഞാൽ അത്രയും നല്ലതെന്ന് വിശ്വസിക്കുന്നത് കൊണ്ട് പറയപ്പെടുന്ന ഒരു കാര്യമാണ്. അതുപോലെ അപ്പുറത്തേക്ക് കുറച്ചധികം കുട്ടികൾ എൻ്റെ ചാനൽ കാണുന്നതാണെന്ന് വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ്. കാരണം ഞാൻ കുറച്ചധികം കുട്ടികളെ 7 വർഷമായിട്ട് പഠിപ്പിക്കുന്ന അല്ലെങ്കിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന
ഒരു വ്യക്തിയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും കുട്ടികൾ മാറിപ്പോകുന്ന അല്ലെങ്കിൽ കുട്ടികൾ വഴിതെറ്റി പോകുന്ന ഒരു കാലഘട്ടത്തെക്കുറിച്ച് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് പല കാര്യങ്ങളും. അത് അവരുടെ ഓരോരുത്തരുടെയും വീട്ടിൽ പോയി എനിക്ക് പറയാൻ പറ്റത്തില്ല. അപ്പം ഇങ്ങനെ ഒരു കാര്യം ഒരു സ്പേസ് കിട്ടുമ്പോൾ എനിക്ക് പറയാൻ പറ്റും. അതുവഴി എൻ്റെ ടൈം ഞാൻ അതിലേക്ക് എൻ്റെ എഫേർട്ട് ഇടുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ഞാൻ ഏതെങ്കിലും ഒരു ആർട്ടിക്കിൾ നോക്കിയിട്ട് കാണാപ്പാഠം പഠിച്ചല്ല ഞാനിത് പറയുന്നത്. എൻ്റെ അനുഭവങ്ങളിൽ നിന്നോ അല്ലെങ്കിൽ ഞാൻ വായിച്ച വാക്കുകളിൽ നിന്നോ വാർത്തകളിൽ നിന്നോ അല്ലെങ്കിൽ ഞാൻ അനുഭവിച്ച അനുഭവങ്ങളിലൂടെയാണ് ഞാനത് പങ്കുവയ്ക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും എൻ്റെ ടൈം സ്പെൻഡ് ചെയ്യുന്നത് കൊണ്ട് ആർക്കെങ്കിലും നല്ലത് വരുന്നെങ്കിൽ നല്ലത് വരട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. അതിനോടൊപ്പം എനിക്ക് നല്ലത് വരാൻ വേണ്ടി ഞാൻ ആഗ്രഹിക്കുന്നു. അത് ആരും ചെയ്യില്ല എന്ന് തോന്നുന്നു. അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ് ഇതിലൂടെ ചെയ്യുന്നതെന്ന് പറയുന്നത്. അത് അങ്ങനെ റിയാക്ഷൻ വീഡിയോയെ താഴ്ത്തി കെട്ടി പറഞ്ഞ ചില ആൾക്കാർക്കുള്ള മറുപടി എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ഒരു സംഭവം എന്ന് പറയുന്നത്. രേണു സതിയായിട്ട് ബന്ധപ്പെട്ട വീഡിയോസിനകത്ത് ഈ പറയുന്ന അവർ ചെയ്യുന്നതൊക്കെ അവരുടെ ഇഷ്ടം. പക്ഷേ റോഡ് അങ്ങനെയുള്ള കാര്യങ്ങളിൽ കയറി നിന്ന് മറ്റുള്ളവർക്ക് അപകടമാ വിധത്തിൽ അല്ലെങ്കിൽ ബുദ്ധിമുട്ടിക്കുന്ന തരത്തിലേക്ക് ഇത്തരത്തിലുള്ള വീഡിയോസ് ചെയ്യുന്നത് പൂർണ്ണമായിട്ടും തെറ്റായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. ബാക്കിയെല്ലാം അവരുടെ ഇഷ്ടം.